ഇത് ഏകദേശം എന്ന് പറയുമ്പോൾ ആദ്യം ഫ്രണ്ടിലോട്ട് 3, സൈഡ് 2, വീണ്ടും റൗണ്ട് രീതിയിൽ 3. അപ്പോൾ മൊത്തം നമ്മളൊരു 8 സെക്ഷനാണ് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതാദ്യം നമ്മൾ 3 ചെയ്തു, പിന്നെ 5 സെറ്റ് വെച്ച് ചെയ്യുക, പിന്നെ ഒരു 10 വെച്ച് ചെയ്യുക. പിന്നീട് നമ്മൾ 10, 20, 30 എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് അഡ്ജസ്റ്റബിൾ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അവസാനം റൗണ്ടായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെയുള്ള ടക്ക് കളയാനാണ്. ഇത് നമ്മുടെ മെയിലിൻ്റെ വർക്കൗട്ട് സെക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി അരവണ്ണം കുറഞ്ഞ് നമ്മുടെ ഇവിടെ നല്ല ലെങ്ത് തോന്നാനും കൈവണ്ണം കുറയാനും ബോഡി ഫുള്ളൊന്ന് ട്യൂണാവാനും വളരെ നല്ലതാണ്. കാര്യം പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമാണ്, പക്ഷെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വർക്കൗട്ടിനോടൊപ്പം മസ്റ്റായിട്ടും ലേഡീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വീട്. എന്തെങ്കിലും ഒരു ആഴ്ച ഇടണമെങ്കിൽ നമുക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനെ കുറഞ്ഞിരിക്കണം. അത് കുറയാനായിട്ട് ഇത് വളരെ സൂപ്പറാണ്. അപ്പോൾ കയ്യിലെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിൽ പിടിക്കാം. കൈ ഇവിടെ സ്ട്രോങ് ആയിട്ട് പിടിക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മുട്ട് കുത്തി ഇരുന്നു. ഇരിക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും. കാലിങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ട് ആദ്യം നിങ്ങൾ പഠിക്കണവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ചു പോകുക. 1, 2, 3. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ശരിക്കുള്ള ഈ ഭാഗത്തെ ബോർഡിനെ കറക്റ്റ് ചെയ്യും. ഇത് ഈ സൈഡ് രണ്ടും കുറയ്ക്കാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം നേരെ ഇങ്ങനെ നമ്മളൊന്ന് ചെയ്തു, ഇപ്പുറത്ത് ഈ സൈഡ് നേരെ ഇങ്ങനെ ചെയ്തു. ഇത് ഫസ്റ്റ് പഠിക്കും, ഇപ്പുറത്ത് ചെയ്തു. ഇത് നമ്മുടെ കയ്യിൽ ഉറച്ചു കഴിയുമ്പോൾ നേരെ നമ്മളിങ്ങനെ നിന്നിട്ട് വിരൽ ഉറപ്പിക്കുക. ആദ്യം ഇങ്ങനെ ഫ്രണ്ടിലൂടെ നമ്മളിങ്ങനെ വരിക, എന്നിട്ട് പതുക്കെ പുറകോട്ട് വരും. അപ്പോൾ ഇത് ശരിക്കും ബാലൻസായി ബോഡിയിൽ കയ്യിൽ കറക്റ്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. 3, 4, 5 ഇങ്ങനെ വന്നു. ഇനി നമ്മൾ ഈ സൈഡിൽ ഇങ്ങോട്ട് ശരിക്കും ഇങ്ങനെ പോകണം. 2, 3, 4, 5 അത് ചെയ്തു. ഇനി നമ്മൾ ഈ സൈഡിലോട്ട് ഇങ്ങനെ തന്നെ പോകാം. 1, 2, 3 ഇങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം നമ്മുടെ കയ്യിൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലെ 3 സൈഡിന് വേണ്ടിയിട്ട് ഇത് ചെയ്തു. പിന്നെ നമ്മുടെ ഈ സൈഡ് ശരിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരെണ്ണം ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ കൊടുക്കുക. 1, 2, 3. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ വെറുതെ നിന്നു, സൈഡ് ചെയ്യുമ്പോൾ കാലിലോട്ട് ഇരുന്ന് കൊടുക്കാം. 1, 2, 3, 4. അത് കഴിഞ്ഞ് കൈ ചെരിച്ച് പിടിച്ചിട്ട് 1, 2, 3, 4 ചെയ്യുക. ഇത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം. പിന്നെ നുകർന്ന് നിന്ന് കൊടുക്കുക. എന്നിട്ട് അതൊരു റെസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോഡിയുടെ ഇവിടുത്തെ കുറേ മിക്കവർക്കും ഇവിടെ കുറേ ഫാറ്റ് ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഫാറ്റുകൾ പോകാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫീലറിന് നിങ്ങൾ കാലിൽ ഇരുന്ന് കൊടുക്കുക. ഇരുന്നിട്ട് ഇവിടുന്ന് ആദ്യം ഒരു കുഞ്ഞ് റൗണ്ട് നമ്മൾ ചെയ്യുക, ഒരു ചെറിയ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ ഒരു 3 സെറ്റ് ചെറിയ റൗണ്ട് ചെയ്യും. ഇനി നമ്മൾ ഇച്ചിരി കൂടെ മാറ്റി പിടിച്ചിട്ട് ഇച്ചിരി കൂടെ റൗണ്ടിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കുക. അത് നിങ്ങളൊരു 3 സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെറുതായിട്ട് കാലിൽ ഒന്ന് നിൽക്കുക, ഒന്ന് കുത്തി നിൽക്കുക. വീണ്ടും നമുക്ക് ഇത് നല്ല രീതിയിൽ വളച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നവരാണ് കൈ മാത്രം വളഞ്ഞു വന്നിട്ട് നമുക്കിങ്ങനെ ഇത് നമ്മളൊരു 3 മിനിറ്റ് ചെയ്തപ്പോഴത്തേനും നന്നായിട്ട് ഇങ്ങനെ ഉണ്ടോ വേർത്ത് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നന്നായിട്ട് വേർത്തു. ഇതുപോലെ നമ്മുടെ ബോഡി ഫുള്ള് വേർത്തും. അപ്പോൾ പിന്നെ നമ്മുടെ കാലിനൊക്കെ ഒരു സ്ട്രെങ്ത് കൂട്ടും. ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഇതിനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പുകൾ പഠിച്ചു. ഇനി നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. അത് നേരെ നമ്മൾ ആദ്യം നമ്മളിങ്ങനെ ജസ്റ്റ് ഇരിക്കുന്നു, കാല് ജസ്റ്റ് ഉറപ്പിച്ച് പിടിച്ചു, എന്നിട്ട് നേരെ ഇങ്ങനെ പോരുക. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് പഠിച്ചാണ് കഴിയുന്നത്ര നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോരുക. അത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണം ചെയ്യാം. ആദ്യം ഒരു 3 ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ സൈഡ് 3 ചെയ്യും. 1, 2, 3 ചെയ്ത് കൊടുത്തു. ഇനി ഇപ്പുറത്ത് 1, 2, 3. ഇതെല്ലാം നമ്മൾ വേറെ കുത്തിയാണ് ഇന്ന് ചെയ്യേണ്ടത്. അത്രയും തീർന്നു കഴിയുമ്പോൾ നമ്മൾ താഴെ അത്രയും തീർന്ന് നമ്മൾ ഇരുന്ന് കൊടുക്കുക. കാലിലോട്ട് ഇരുന്നിട്ട് ഈ സൈഡ് ശ്രദ്ധിക്കുക. 1, 2, 3 ആ എണ്ണം തന്നെയാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. പിന്നെ ഈ കൈ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുക. 1, 2, 3 ഇത് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് പുറത്തെ പാറ്റൊക്കെ പോകാനും ഷോൾഡർ പാറ്റൊക്കെ പോകാൻ നല്ലതാണ്. ഈ സൈഡും ഇങ്ങനെ തന്നെ കൊടുക്കണം. 1, 2, 3, 4 ഈ സൈഡിലോട്ട് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കുക, താത്തി കൊടുക്കുക. അതിലൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഈ കാലിൽ ജസ്റ്റ് ഇങ്ങനെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മളത് നീര് പോലെ വളച്ച് ചെയ്യണമാണ്. നമ്മുടെ ഈ മുട്ടിൻ്റെ ഇവിടെ നേരെ ഇടുന്നത്. 1, 2 ഇത് നമ്മളൊരു 3 കൊടുക്കുക. എല്ലാം ഇപ്പോൾ നിങ്ങൾ ആദ്യം 3 ചെയ്താൽ മതി. വീണ്ടും ഇച്ചിരി മുന്നോട്ട് ചെയ്തു 1. അത് ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കണ പോലെയാണ് ഏകദേശം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി
വളഞ്ഞ് വലിഞ്ഞ് ബോഡി വരും. 3 കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരൂടെ ബോഡി ഇങ്ങനെ നമുക്ക് വേണം മുട്ടേ കൂടുതൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാ ഒരു രീതിക്കുണ്ടെങ്കിൽ അതും ഈ സംഭവം ഇച്ചിരൂടെ കൈ സൈഡിൽ നീട്ടി ചെയ്ത് കൊടുക്കാം. അതും ഒരു 3 ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിവിടെ ഇങ്ങോട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നു. 1 2 3 ചെയ്ത് കൊടുത്തു. ഇച്ചിരൂടെ നീളം ചെയ്ത് കൊടുത്തു. 1 2 3. വീണ്ടും നമുക്ക് ഇച്ചിരൂടെ ഇരിക്കുന്നത് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഒരു ബേസ് പോലെ ചെയ്യുക. ഇത് നമ്മളൊരു 3 കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മുടെ ഇവിടെ ഉള്ള ടക്ക് കളയാനാണ്. നിങ്ങൾ ഈ വർക്കൗട്ട് സെക്ഷൻ മസ്റ്റായിട്ട് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് ബോഡിക്ക് നല്ല ഷേപ്പ് ആവാനും കൈയുടെ വണ്ണം കുറയാനും സൈഡ് ഫാറ്റ് ഒക്കെ പോയി ക്ലിയർ ആവാനായിട്ട്